വെൽക്കം ടു ഹാഷ് ജംഗ്ഷൻ. വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, ഇപ്പം തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും, ഇമീഡിയറ്റ്ലി അത് കാണാനും സാധിക്കും. ഞാൻ കുറേ നാൾ മുമ്പ് ഒരു 2-3 വർഷം മുമ്പൊക്കെ ലിങ്ക്ഡിൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും ലിങ്ക്ഡിൻ യൂസ് ചെയ്തിട്ട് നമുക്ക് പുതിയ കസ്റ്റമേഴ്സിനെ, നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ എങ്ങനെ പുതിയ ക്ലയൻസിനെ കണ്ടുപിടിക്കാം, അതല്ല നിങ്ങളൊരു ജോലി നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ജോലിയൊക്കെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്നൊക്കെ കുറേ വീഡിയോസ്, ഒരു സീരീസ് ഓഫ് വീഡിയോസ് തന്നെ ഞാൻ ഒരു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ അത് കാണുകയും അതിനെക്കുറിച്ച് കുറേ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ഞാനായിരിക്കും ഒരുപക്ഷെ ലിങ്ക്ഡിനെ കുറിച്ച് അത്രയധികം വീഡിയോകളൊക്കെ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അന്ന് ഞാൻ ലിങ്ക്ഡിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് ജോബ് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ നിങ്ങൾ പ്രൊഫൈല് ബിൽഡ് ചെയ്യണം, എങ്ങനെ നിങ്ങൾ കണക്ഷൻ ബിൽഡ് ചെയ്യണം, എങ്ങനെയാണ് ലിങ്ക്ഡിൻ ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം എന്ന നിലയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ അന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ എങ്ങനെയാണ് പ്രൊഫൈല് ബിൽഡ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ, അതായത് 2022-ലോ 2023-ലോ ഒക്കെ തന്നെ എങ്ങനെ ലിങ്ക്ഡിൻ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണം എന്നാണ്. കാരണം ഈ 3 വർഷം കൊണ്ട് തന്നെ ലിങ്ക്ഡിൻ ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം എന്ന നിലയിൽ നിന്നും ഒരു കോണ്ടന്റ് ജനറേഷൻ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് പ്ലാറ്റ്ഫോം ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ 3 ഇയേഴ്സ് കൊണ്ട് എങ്ങനെയാണോ നമുക്ക് അതായത് 3 വർഷം മുമ്പ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഒരു ഫോട്ടോ ഇടുമ്പോൾ കിട്ടുന്നതിൻ്റെ അത്രയും ഒരു വ്യൂസോ അല്ലെങ്കിൽ ലൈക്സോ ഒന്നും ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അതിന് റീസൺ എന്ന് പറഞ്ഞാൽ ലിങ്ക്ഡിനും ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ അവർ ഇപ്പം കൂടുതലായിട്ട് അഡ്വർടൈസ്മെന്റിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ഓർഗാനിക് റീച്ച് ഒക്കെ കുറഞ്ഞു. അപ്പോൾ കൂടുതലും അഡ്വർടൈസ്മെന്റ് വഴി വരുന്ന റവന്യൂസ് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരാൾ ഇടുന്ന ഇപ്പം എസ്പെഷ്യലി ഒരു ബിസിനസ്സസ് ഇടുന്ന ഒരു പോസ്റ്റിനൊന്നും തന്നെ പഴയ റീച്ച് ഒന്നും കിട്ടാറില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കൂടുതലായിട്ടും ഇതിനകത്ത് കോണ്ടന്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ലിങ്ക്ഡിൻ എന്താ അല്ലെങ്കിൽ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അൽഗോരിതം എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് കാണുന്ന രീതിയിലുള്ള ഇമേജസ് അല്ലെങ്കിൽ കൂടുതലായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതും കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യുന്ന ഇമേജസ് ഒക്കെയാണ് കൂടുതൽ ആദ്യം തന്നെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെ ഒന്നും എക്സ്പോഷർ കിട്ടുന്നില്ലെന്നുള്ള കാര്യം നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. അതുപോലെ തന്നെ ലിങ്ക്ഡിനും ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. മുമ്പെന്ന് പറഞ്ഞാൽ ഞാൻ ആ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ലിങ്ക്ഡിൻ ആണ് വേൾഡിലെ ഏറ്റവും നല്ല നെറ്റ്വർക്ക് ബിൽഡിംഗ് പ്ലാറ്റ്ഫോം. ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ജോലി കണ്ടുപിടിക്കാൻ പറ്റുന്ന ടൂളും ഒക്കെ ലിങ്ക്ഡിൻ ആണെന്ന് പറഞ്ഞു. അതിനൊന്നും ഇപ്പോഴും മാറ്റമില്ല. പക്ഷേ ഇപ്പോൾ 2023-ൽ നിങ്ങൾ അടുത്ത വർഷം ഒരു പോസ്റ്റ് നിങ്ങൾ ലിങ്ക്ഡിനിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു പ്രൊഫൈൽ ബിൽഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അതുവഴിയാണ് ജോലി കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അതുവഴി കസ്റ്റമേഴ്സിന് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ വീഡിയോസിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന 1-2 വീഡിയോസിലൊക്കെ തന്നെ അതിനെക്കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താണ് ഒരു മേജർ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു 2 വർഷം മുമ്പ് 3 വർഷം മുമ്പ് നിങ്ങൾ ലിങ്ക്ഡിനിൽ ഒരു പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളൊരു ആർട്ടിക്കിൾ എഴുതുന്ന സമയത്തൊക്കെ തന്നെ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ടുള്ള എക്സ്പോഷർ കിട്ടും. ആ ആർട്ടിക്കിൾ കൂടുതൽ ആൾക്കാർ വ്യൂ ചെയ്യും, അതുവഴി നിങ്ങൾക്ക് കൂടുതൽ ലൈക്സ് കിട്ടും, നിങ്ങളുടെ പ്രൊഫൈലിന് കൂടുതൽ എക്സ്പോഷർ കിട്ടും. നിങ്ങളൊരു ബിസിനസ് നടത്തുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലിങ്ക്ഡിനും ഒരു കോണ്ടന്റ് ബേസ്ഡ് പ്ലാറ്റ്ഫോമായി. അപ്പോൾ അതിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവർ അഡ്വർടൈസ്മെന്റ് റവന്യൂ നോക്കുന്നതുകൊണ്ട് തന്നെ ബിസിനസ്സിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു പ്രോഡക്റ്റിനോ ബ്രാൻഡിനോ എക്സ്പോഷർ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് പൈസ പേ ചെയ്യേണ്ടി വരും. അതല്ല നിങ്ങളൊരു പ്രൊഫൈല് ബിൽഡ് ചെയ്ത് നിങ്ങളൊരു ജോലി കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണെങ്കിൽ തന്നെ അതിന് നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. കാരണം നിങ്ങൾക്കൊരു കണക്ഷൻ കുറച്ചുള്ളത് കൊണ്ട് എന്ന് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിന് വ്യൂസ് കിട്ടണമെന്നില്ല. കാരണം ഇപ്പോൾ ലിങ്ക്ഡിൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു പ്രൊഫൈലുണ്ട്, നിങ്ങളൊരു പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോസ്റ്റ് നിങ്ങളുടെ നെറ്റ്വർക്കിലുള്ള ടോപ്പിലുള്ള കുറച്ച് ആൾക്കാർ എത്ര പെട്ടെന്ന് കാണുന്നു, അതിനകത്ത് എൻഗേജ്മെന്റ് ബിൽഡ് ചെയ്യുന്നു, അതനുസരിച്ച് തന്നെ നിങ്ങളുടെ കോണ്ടന്റിന്റെ എക്സ്പോഷർ അതിനനുസരിച്ച് അവർ ചിലപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യും, കുറേ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കും, അതല്ലെങ്കിൽ ആരും തന്നെ കാണത്തതുമില്ല. അപ്പോൾ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ നിങ്ങളിടുന്ന പോസ്റ്റ് നിങ്ങൾ വളരെ എക്സ്പെക്ടേഷനോട് കൂടിയായിരിക്കും ഇടുന്നത്, പക്ഷേ അത് ആരും കാണാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അതിന് എത്ര കണക്ഷൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് സെയിം റിസൾട്ട് തന്നെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം 2023-ലോ ജോലി കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണെങ്കിൽ ലിങ്ക്ഡിൻ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നിങ്ങളൊരു പ്രൊഫൈല് ബിൽഡ് ചെയ്തുകൊണ്ട് അതിൽ കൂടെ ജോബ് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ആസ് യൂഷ്വൽ നിങ്ങൾക്ക് ജോലിയൊക്കെ അപ്ലൈ ചെയ്യാം. അതിന് ചിലപ്പോൾ അവർ HR-ലുള്ള ആൾക്കാരൊക്കെ പ്രൊഫൈൽ നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളടുത്ത് റെസ്പോണ്ട് ചെയ്യുമായിരിക്കാം. പക്ഷേ അതല്ല, നിങ്ങൾ വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണ്, നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ഷോക്കേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് കുറച്ച് ഓപ്പർച്യൂണിറ്റി ഒക്കെ വരുമല്ലോ,
അത് എങ്ങനെ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് അത് ബിൽഡ് ചെയ്യാം, അതിന് കൂടുതൽ ഓപ്പർച്യൂണിറ്റി എങ്ങനെ നിങ്ങളെ തേടി എത്തിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ കൂടുതൽ സംസാരിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ലിങ്ക്ഡിൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ കൂടുതൽ ആൾക്കാരും അവരുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ പോസ്റ്റ് ചെയ്യുന്നു, അവർക്ക് കിട്ടിയ അവാർഡ്സിനെ കുറിച്ച് പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ലിങ്ക്ഡിനും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ എൻഗേജ്മെന്റ്സ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ടാണ് നിങ്ങളുടെ പോസ്റ്റ് കാണിക്കുന്നത്. അപ്പം ഫണ്ടമെന്റലി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ജോലി കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണെങ്കിൽ നിങ്ങൾക്ക് കണക്ഷൻ എത്ര ആയിക്കോട്ടെ, അപ്പോൾ ചെയ്യാനുള്ളൊരു കാര്യം, നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ സ്കില്ലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു പ്രോഗ്രാമർ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ചെയ്ത പ്രോജക്ട്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് റെഗുലർലി പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ചെറിയ ചെറിയ ബൈറ്റ്സ് ആയിട്ട് റൈറ്റ് ചെയ്യാം. അതുകൂടാതെ നിങ്ങൾക്ക് #ടാഗ് ചെയ്യാം. ഏതിനെ കുറിച്ചാണോ നിങ്ങൾ ഇപ്പോൾ എഴുതുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് #ടാഗ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, നിങ്ങളുടെ ഒബ്ജക്റ്റീവ് അത് തന്നെ ആയിരിക്കുമല്ലോ, നിങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെടുത്ത് ആ പോസ്റ്റ് എത്തിക്കേണ്ടതെന്നുള്ളതാണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിലേക്ക് കൂടുതൽ ആൾക്കാർ അത് കാണുകയും ചെയ്യും. അങ്ങനെ നിങ്ങളുടെ പ്രൊഫൈലിന് കൂടുതൽ എക്സ്പോഷർ കിട്ടാനുള്ള സാധ്യതയും കൂടുതലുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ കോണ്ടന്റ് റൈറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ സപ്പോസ് കോളേജിൽ നിന്ന് ഇപ്പോൾ ഫ്രഷർ ആണ്, നിങ്ങൾ പഠിച്ചിറങ്ങിയിട്ടുള്ളൂ, നിങ്ങളൊരു ജോലി കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ നിങ്ങൾ ഏത് സ്കിൽ ലെവലുള്ള ആളാണ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോഗ്രാമർ ആണെങ്കിൽ, സപ്പോസ് നിങ്ങൾ ഒരു മേഖല എന്ന് പറഞ്ഞാൽ റിയാക്റ്റോ ആംഗുലർ ആണോ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ റിയാക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ അതിൽ ചെയ്ത പ്രോജക്ട്സും അതിനകത്ത് നിങ്ങൾക്ക് യുണീക്കായിട്ട് നിങ്ങൾ സോൾവ് ചെയ്ത എന്തെങ്കിലും ഇഷ്യൂസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തേക്ക് പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു 4-5 ലൈൻസ് ഉള്ള പോസ്റ്റുകളാണ് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ. എന്നിട്ട് #ടാഗ് ചെയ്യുക. ഇപ്പോൾ റിയാക്ട് ആണെങ്കിൽ റിയാക്റ്റിനെ കുറിച്ചുള്ള #, അല്ലെങ്കിൽ ആംഗുലർ ആണെങ്കിൽ അതല്ല നിങ്ങളിപ്പോൾ എന്തെങ്കിലും സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ചെയ്ത പ്രോജക്ട്സിന്റെ ഡീറ്റെയിൽസ് അങ്ങനെ റെഗുലർലി നിങ്ങളുടെ കോണ്ടന്റ്സ് പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ എഴുതി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആർട്ടിക്കിളിന് ഒരുപാട് എക്സ്പോഷേഴ്സ് കിട്ടുമായിരുന്നു. പണ്ടൊക്കെ ഒരു 3-4 വർഷം മുമ്പൊക്കെ ഓരോ ആർട്ടിക്കിളും നിങ്ങൾ പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ നെറ്റ്വർക്കിലുള്ള മാക്സിമം ആൾക്കാർക്ക് അത് കാണുകയും അവർ ലൈക്ക് ചെയ്യുകയും അത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ അങ്ങനത്തെ എക്സ്പോഷർ ഇല്ല. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വേൾഡിൽ തന്നെ നിങ്ങൾ അവിടെ തന്നെ റൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റോറീസ് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ സംഭവം, അതായത് നിങ്ങളൊരു പ്രോജക്റ്റിലേക്ക് എത്തിയ കഥയോ, അല്ലെങ്കിൽ നിങ്ങളൊരു ഇഷ്യൂ എങ്ങനെയാണ് സോൾവ് ചെയ്തത്, അതിൻ്റെ കോംപ്ലക്സിറ്റിയും അത് എങ്ങനെ സോൾവ് ചെയ്തു അതിനെക്കുറിച്ച് ഒരു എൻഗേജ്മെന്റ് ബിൽഡ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളൊരു കോണ്ടന്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് എക്സ്പോഷർ കിട്ടും. അത് ഫ്രഷേഴ്സ് ആയാലും ശരി, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിലും ശരി, സെയിം കാര്യം തന്നെ ചെയ്യാൻ പറ്റും. ലിങ്ക്ഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അന്നും ഇന്നും ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിങ്ക്ഡിനിൽ എല്ലാ ലീഡിങ് കമ്പനീസ് എന്നല്ല, ഇറസ്പെക്റ്റീവ് ഓഫ് സ്മോൾ ഓർ ബിഗർ ഓർഗനൈസേഷൻ എല്ലാത്തിൻ്റെയും ഡിസിഷൻ മേക്കേഴ്സും ഒക്കെ തന്നെ ലിങ്ക്ഡിനുള്ളത് കൊണ്ട് തന്നെ ലിങ്ക്ഡിൻ എപ്പോഴും നിങ്ങൾക്ക് എക്സ്പോഷർ കിട്ടാൻ വളരെ എളുപ്പമുള്ള പ്ലാറ്റ്ഫോമാണ്. ഡയറക്റ്റ് ആയിട്ട് ഡിസിഷൻ മേക്കേഴ്സിൻ്റെ അടുത്തേക്ക് നിങ്ങളുടെ ഒരു പ്രൊഫൈൽ എത്തിപ്പെടാനായിട്ട് ഏറ്റവും എളുപ്പത്തിൽ സാധിക്കപ്പെടാം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഇപ്പോഴും ലിങ്ക്ഡിൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നിങ്ങൾ ജോലി കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ജോലി അപ്ലൈ ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്കില്ല് അതുവഴി ഷോക്കേസ് ചെയ്യുകയും അത് എംപ്ലോയർ കാണുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഒരു ജോബൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ വളരെ നന്നായിട്ട് ഓപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഞാൻ പഴയ വീഡിയോസിൽ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ പ്രൊഫൈൽ ബിൽഡ് ചെയ്യുന്നതൊക്കെ ഏകദേശം ഇപ്പോഴും സെയിം രീതിയിൽ തന്നെയാണ് ലിങ്ക്ഡിനിലുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മറി എഴുതണം, അതുപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എഴുതണം. പക്ഷെ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഓപ്പൺ ടു വർക്ക് എന്ന് നിങ്ങൾക്കൊരു ബാഡ്ജ് ഇടാൻ പറ്റും. അത് നിങ്ങളുടെ ചോയ്സ് ആണ്, അത് ഇടണോ വേണ്ടോ എന്നുള്ള കാര്യം. അത് അങ്ങനെ നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ട്. ഓപ്പൺ ടു വർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഏതിലാണ് നിങ്ങൾ ജോലി കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ അതിനകത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിനകത്ത് #ടാഗ് ബിൽഡ് ചെയ്യാനൊക്കെ പറ്റും. അത് നിങ്ങളുടെ അബ്സല്യൂട്ട്ലി നിങ്ങളുടെ ചോയ്സ് ആണ്. അത് നിങ്ങൾക്ക് മാൻഡേറ്ററി ഒന്നുമല്ല അങ്ങനെ ചെയ്യണോ ഇല്ലയോ എന്നുള്ള കാര്യം. നിങ്ങൾക്ക് അല്ലാതെ തന്നെ നിങ്ങളുടെ സ്കില്ലും ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു സമ്മറിയിൽ ബിൽഡ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഓരോ എക്സ്പീരിയൻസും എഴുതുന്ന സമയത്ത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഒരു എംപ്ലോയറുടെ പെർസ്പെക്റ്റീവിൽ, അതായത് നിങ്ങളെ പോലെ ഒരു എംപ്ലോയർ ഹയർ ചെയ്യാൻ നേരത്തെ എന്തൊക്കെയാണോ അവർ നോക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ #ടാഗ് ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ നിങ്ങളുടെ ടൈറ്റിൽ, അതായത് ലിങ്ക്ഡിനിൽ നിങ്ങൾ എന്താണോ ടൈറ്റിൽ കൊടുക്കുന്നത്, ടൈറ്റിൽ കൊടുക്കുമ്പോൾ നിശ്ചയമായിട്ടുള്ള ഒരു സെഗ്മെന്റ്, അതായത് ഇപ്പം എഗെയിൻ ഒരു സപ്പോസ് പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആംഗുലർ ആണെങ്കിൽ ആംഗുലർ, അല്ലെങ്കിൽ റിയാക്ട് ആണെങ്കിൽ റിയാക്ട്, അതല്ല പ്രോഗ്രാമർ അല്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു സ്കില്ലാണ്, ഫോർ എക്സാമ്പിൾ ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണ്, നിങ്ങളുടെ കോർ ഫീൽഡ്,
അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ ഏതിലാണോ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്, ജോലി ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളത്, നിങ്ങൾ കൂടുതൽ പ്രോജക്ട്സ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ ടൈറ്റിൽ ബിൽഡ് ചെയ്യുക. അങ്ങനെയാണ് നിങ്ങളുടെ പ്രൊഫൈലിന് കൂടുതൽ എക്സ്പോഷർ കിട്ടുന്നത്. അതുപോലെ നിങ്ങൾ പോസ്റ്റിന് നിങ്ങൾ ഇടുന്ന ഹാഷ് ടാഗ്സ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരാൾ ഹാഷ് ടാഗ് വെച്ചിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പോസ്റ്റ് പോപ്പപ്പ് ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഹാഷ് ടാഗ് ഇടണം. അതും ലിങ്ക്ഡിൻ്റെ ഇപ്പോഴത്തെ അൽഗോരിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇറലവൻ്റ് ആയിട്ടുള്ള ഒരു ഹാഷ് ടാഗ് ഇട്ട് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നിങ്ങളുടെ പ്രൊഫൈല് കൂടുതലായിട്ട് എക്സ്പോഷർ കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതായത് റൈറ്റ് ആയിട്ടുള്ള കോണ്ടന്റ് എഴുതുക, പിന്നെ അതുപോലെ പ്രൊഫൈല് ബിൽഡ് ചെയ്യുക, ടൈറ്റിൽ ബെസ്റ്റ് ആയിട്ട് കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി ലിങ്ക്ഡിൻ വഴി നിങ്ങൾക്ക് ഇപ്പോഴും ജോലി കണ്ടുപിടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി വളരെ കൂടുതലാണ്. കാരണം ഇപ്പോൾ പണ്ടത്തെ പോലെ ജോബ് പോർട്ടലിനേക്കാളും ആൾക്കാർ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് ലിങ്ക്ഡിനെ തന്നെയാണ്, അന്നും ഇന്നും അതുപോലെ തന്നെയാണ് ലിങ്ക്ഡിൻ വർക്ക് ചെയ്യുന്നത്. ഓൺലി തിങ്സ് നമുക്ക് കിട്ടുന്ന പ്രൊഫൈലിന്റെ എക്സ്പോഷറാണ് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ. പിന്നെ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ ലിങ്ക്ഡിനിൽ കുറേ സ്കിൽ ബിൽഡിംഗ് പ്രോഗ്രാംസ് ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സ് അതിനകത്ത് നിന്ന് അറ്റൻഡ് ചെയ്യാം. അറ്റൻഡ് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ അത് നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെ അത് ഹൈലൈറ്റ് ആയിട്ട് കിടക്കും. നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു കോഴ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാം. അതിൻ്റെ ലിങ്ക്ഡിൻ ലേണിംഗ് സെൻറ്ററിൽ നിന്ന് തന്നെ എടുത്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. കാരണം ഞാൻ ആദ്യത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ജോബ് ഹണ്ടിങ് ആണ് ഉദ്ദേശമെങ്കിൽ നിങ്ങൾ ഒരുപാട് എഫേർട്ട് അതിന് വേണ്ടിയിട്ടിടും ഇടേണ്ടി വരും. പിന്നെ ലിങ്ക്ഡിൻ വഴി നിങ്ങൾക്ക് ജോബ് കണ്ടുപിടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഇപ്പോഴും നന്നായിട്ടുണ്ട്. ഏറ്റവും എഫക്റ്റീവ് മെത്തേഡ് തന്നെയാണ്. പക്ഷേ റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും ദിസ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലാറ്റ്ഫോം. അപ്പോൾ അത് അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. അതും പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം, അന്ന് സംസാരിച്ചിരുന്നപ്പോൾ ഒരു വീഡിയോയിൽ വളരെ സ്പെസിഫിക്കലി പറഞ്ഞു, നിങ്ങൾ ഫോട്ടോയൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സാധാരണ ഫേസ്ബുക്കിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത് പോലെ ബീച്ചിലിരിക്കുന്ന ഫോട്ടോ അങ്ങനെയല്ല, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫൊക്കെ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. കാരണം ഒരു റിക്രൂട്ടർ അല്ലെങ്കിൽ ഒരു എംപ്ലോയർ നോക്കുമ്പം ദേ ഷുഡ് ക്രിയേറ്റ് എൻ ഇംപ്രഷൻ അബൌട്ട് യു, അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രം ദ പ്രൊഫഷണൽ പെർസ്പെക്റ്റീവ് അവർക്ക് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാനായിട്ട് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ പ്രൊഫൈൽ മോഡിഫൈ ചെയ്യുക, നിങ്ങളുടെ കോണ്ടന്റ് ഒക്കെ നിങ്ങൾ റൈറ്റ് ചെയ്യുകയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അതിൽ നിന്ന് റിസൾട്ട് കിട്ടും. ഇനി ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ആരെങ്കിലും ലിങ്ക്ഡിൻ വഴി ഓൾറെഡി ജോലി കണ്ടുപിടിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ഒന്ന് കമന്റ് ചെയ്യുക, സോ ദാറ്റ് ബാക്കിയുള്ള ആൾക്കാർക്കും അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി ആരെങ്കിലും ലിങ്ക്ഡിൻ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ക്വറി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ആയിട്ടിടാം. ഞാൻ അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൂടാതെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിന്റെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് കിട്ടും. താങ്ക് യു വെരി മച്ച്.